ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചു സ്പിരിച്വൽ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെടുത്ത തീരുമാനം നിങ്ങൾക്ക് ശരിയാണോ അതോ തെറ്റാണോ എന്ന് നോക്കാനാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴത്തെ ആ ഒരു പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ടാവും. അത് ശരിയാണോ തെറ്റോ എന്നാണ് നോക്കാൻ പോകുന്ന റീഡിങ്ങിലൂടെ. ഇവിടെ നിങ്ങളുടെ വഴി ശരിയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഈ ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്തത് കാരണം നിങ്ങളുടെ ആ ഒരു സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഈ ഒരു വഴി തിരഞ്ഞെടുക്കേണ്ടി വന്നു. അങ്ങനെ നിങ്ങൾ ഈ ഒരു വഴി എടുത്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു ഡയറക്ഷൻ ഇത്രയും നാൾ നിങ്ങൾ ജീവിച്ച ആ ഒരു ഡയറക്ഷൻ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ഡയറക്ഷനാണത്. ഇവിടെ എന്തായാലും ഒരു പുതിയ ഡയറക്ഷൻ നിങ്ങൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇത്രയും നാൾ ഒരേ ഒരു വഴിയിൽ കൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അറ്റാച്ച്മെൻറ്റും കാണേണ്ടി വന്നു, ഡിറ്റാച്ച്മെൻറ്റും കാണേണ്ടി വന്നു. ഇപ്പോൾ നിങ്ങൾ അതിന് വിപരീതമായിട്ട് ഒരു പുതിയ ഡയറക്ഷൻ തിരഞ്ഞെടുത്തൊക്കെയാണ്. ആദ്യം നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഡയറക്ഷൻ നിങ്ങൾ വിചാരിച്ചത് ഇതാണ് എൻ്റെ വഴി എന്നായിരുന്നു. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ സാഹചര്യം മോശമായി, സ്ഥിതികൾ അങ്ങനെ വന്നു. അങ്ങനെ നിങ്ങൾക്ക് ദൈവത്തിൽ വിചാരിച്ച ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. കാരണം സിറ്റുവേഷൻസ് അങ്ങനെ നിങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള ആ ഒരു വഴിയിൽ നിങ്ങൾ എത്തി. അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പുതിയ ഡയറക്ഷൻ ചൂസ് ചെയ്തത്. ഇപ്പോഴത്തെ നിങ്ങളുടെ ആ ഒരു അവസ്ഥ നോക്കുകയാണ് എങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് ഇത്തിരി സമാധാനം ലഭിക്കുന്നുണ്ട്. മുന്നേ ഉള്ള ആ ഒരു ഡയറക്ഷനിലാണെങ്കിൽ എപ്പോഴും ഭ്രമവും ഭയങ്കര പേടിയും ഭയവും അങ്ങനെയായിരുന്നു. പക്ഷേ ഇതിലൊരു സമാധാനവും പീസ്ഫുള്ളും കിട്ടുന്നു നിങ്ങൾക്ക്. ഇവിടെ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് ഒരു ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങളുടേതാണ്. അതായത് ലൈഫിൽ ഒത്തിരി ആൾക്കാരുമായിട്ട് അറ്റാച്ച്മെൻറ്റ് ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ സ്ഥിതി വന്നു, അറ്റാച്ച്മെൻ്റ് ആയ ആൾക്കാരെല്ലാം നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡായി. അങ്ങനെ ഒരു അവസ്ഥയിൽ നിങ്ങൾ എത്തിയപ്പോൾ നിങ്ങൾക്ക് ഒരു വഴി ചൂസ് ചെയ്യേണ്ട അവസ്ഥ വന്നു. അപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത്. ഇവിടെ നിങ്ങൾ ഈ ഒരു വഴി തിരഞ്ഞെടുത്തത് നിങ്ങൾക്ക് വേണ്ടി നല്ലതായിരുന്നു എന്നാണ് പറയുന്നത്. മുന്നേ നിങ്ങളെ ആരോ കൈയും കാലും ഒക്കെ കെട്ടിവച്ച് ഇരുത്തിയ പോലെ ഫീലിംഗ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നിങ്ങളുടെ കൈകളോ ആരും കെട്ടി വച്ചിട്ടില്ല. നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് എവിടെ വേണോ പോകാം. അങ്ങനെ ഒരു ഇത് നിങ്ങൾക്ക് മുന്നത്തെ ഡയറക്ഷനിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് പോലും ഒരു തീരുമാനം നിങ്ങളെ കൊണ്ട് എടുക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ലൈഫിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട്. മുന്നത്തെ പോലെ ഹെൽപ്ലെസ് ആയിട്ട് ഇരിക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വരത്തില്ല. ഈ ഒരു വഴി നിങ്ങൾക്ക് കഠിനമായിട്ട് ചിലപ്പോൾ തോന്നാം. പക്ഷേ മുന്നോട്ട് പോയി നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ഒരു വഴിയിൽ നിങ്ങൾ സ്വയം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. മുന്നത്തെ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ ഒരു വിശ്വാസം ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെ ആൾക്കാർ നിങ്ങളെ വിശ്വസിക്കും? പക്ഷേ ഇനിയുള്ള ആ ഒരു ഡയറക്ഷനിൽ നിങ്ങൾക്ക് സ്വയം നിങ്ങളിൽ വിശ്വാസം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൻ്റെ ആ ഒരു പ്രഭാവം മറ്റുള്ളവരിലും പ്രഭാവം ചെലുത്തും. അതായത് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കണ്ട് മറ്റുള്ളവരും നിങ്ങളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ആൾക്കാർ നിങ്ങളെപ്പോലെ ആവാൻ ശ്രമിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. മുന്നേ നിങ്ങൾ ഇങ്ങനെ അല്ലായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇങ്ങനെയാണ് ആവാൻ പോകുന്നത്. നിങ്ങൾ ലൈഫിൽ എന്തെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ഒരു പ്രശംസ ഉണ്ടാവുന്നതാണ്. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം എടുത്താൽ നിങ്ങൾക്കൊരു പ്രശംസ ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു സാഹസികത ഇല്ല എങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഇപ്പോൾ നല്ലതായിട്ട് പോകുന്നു. ഇപ്പോൾ മറ്റുള്ളവർ ചോദിക്കുന്നു, ഇപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാം നല്ലതായിട്ടല്ലേ പോകുന്നത് എന്ന്. അതായത് എന്തോ ഒരു കാര്യം നിങ്ങൾ പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആൾക്കാർ നിങ്ങളോട് ചോദിക്കും. മുന്നേ നിങ്ങൾ എപ്പോഴും ആരോഗ്യ പ്രശ്നങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇല്ല എനിക്ക് ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നം അവസാനം വേറൊരു പ്രശ്നം വരുന്നു. പക്ഷേ ഇനി അവർ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല, ഞാൻ നല്ലതായിട്ടാണ് പോകുന്നത്, ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയും നിങ്ങൾ. മുന്നേയൊക്കെ നിങ്ങൾ എത്ര ആഹാരം കഴിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ ആ ഒരു ആഹാരത്തിൻ്റെ ആ ഒരു എഫക്റ്റ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് കഴിച്ചാലും അതിൻ്റെ ആ ഒരു എഫക്റ്റ് നിങ്ങളുടെ ശരീരത്തിലുണ്ടാകും. ഇനി നിങ്ങളുടെ ആ ഒരു ഹെൽത്തിൽ നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ മാത്രമല്ല നോട്ടീസ് ചെയ്യുന്ന, മറ്റുള്ളവരും നോട്ടീസ് ചെയ്യും. നിങ്ങളുടെ മുഖത്ത് ഒരു തിളക്കം വരിക, അതും ഒരു പോസിറ്റീവ് സൈനാണ്. മുന്നേയൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ കിടന്നാൽ ഉറക്കം വരത്തില്ല, സമാധാനപരമായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല, ഇടയ്ക്ക് ഉണരും, പിന്നെ ഉറക്കം വരത്തില്ല. അങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റും.
ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം വരാൻ പോകുകയാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വഴി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ ആ ഒരു ജീവിതവും ഇനി മാറാൻ പോകുകയാണ്. നിങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ എങ്ങോട്ടാണോ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് അവിടേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങളുടെ ഭാഗ്യത്തിൽ എന്ത് ബ്ലെസ്സിങ് ആണോ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നത് അതിലേക്കാണ് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പാസ്റ്റിലുള്ള കാര്യങ്ങളെല്ലാം വിട്ടുകളഞ്ഞ് സ്റ്റക്ക് സിറ്റുവേഷനിൽ പുറത്ത് വന്ന് നിങ്ങൾ ഇപ്പോൾ പുതിയ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്തൊക്കെയാണ്. ഒരു വ്യക്തിക്ക് ഒരു പുതിയ ജനനം കിട്ടത്തില്ല, അതേപോലെയാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. ഇനി നിങ്ങളുടെ ആ ഒരു ചിന്താ രീതിയും മാറുന്നതാണ്. മുന്നത്തെ പോലെയല്ല നിങ്ങൾ ഇനി ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പോകുന്ന ആ വഴിയിൽ കൂടെ പോയി നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നതാണ്. കുറച്ച് കഠിനമായിരിക്കും ആ വഴി, എന്നാലും നിങ്ങൾക്ക് സക്സസ് ലഭിക്കും. ഇവിടെ നിങ്ങളുടെ ആ ഒരു കർമ്മത്തിൻ്റെ ആധാരത്തിലാണ് നിങ്ങൾക്ക് നല്ല ഒരു ഡയറക്ഷൻ ലഭിച്ചത്. നല്ല കർമ്മമാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ ആ ഒരു ജീവിതം കൂടുതലും മറ്റുള്ളവരെ സേവിക്കാനായിട്ട് മാറ്റി വെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ മറ്റുള്ളവരെ ഭയങ്കരമായിട്ട് സേവിക്കുന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഹെൽപ്ലെസ് ആയിട്ടുണ്ടാകും, പക്ഷെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി ഒരിക്കലും നിങ്ങൾ ഹെൽപ്ലെസ് ആയിട്ടില്ല. ഫാമിലിയുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് എവിടുന്നോ ഭയങ്കരമായിട്ടൊരു ധൈര്യം വരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷേ നിങ്ങളുടെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സാഹചര്യം മോശമായാൽ എവിടുന്നോ ഒരു ധൈര്യം വരും. നിങ്ങൾ ആ ഒരു സാഹചര്യത്തിനെ ഫേസ് ചെയ്ത് പുറത്തു വരും. ഇവിടെ ഇങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ട് എന്ത് പ്രോബ്ലം വന്നാലും നിങ്ങളുടെ വേറൊരു രൂപമാണ് പുറത്തു വരുന്നത്. ആ ഒരു രൂപത്തിൽ ഒന്നും പേടിയില്ല. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ്, അങ്ങനൊരു ഭാവം. അപ്പോൾ ഈ ഒരു എനർജി നിങ്ങളുടേതാണെന്ന് നിങ്ങൾക്കറിയാം, ഫീൽ ആകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങളത് മറന്നു പോകുന്നു. അപ്പോൾ ഈ രണ്ട് വ്യക്തിത്വവും നിങ്ങളുടെ ഉള്ളിലാണ് കണ്ടത്. ഒന്ന് പവർഫുൾ ആയിട്ടുള്ള എനർജി, ഒന്ന് ഹെൽപ്ലെസ് ആയിട്ടുള്ള എനർജി. നിങ്ങളുടെ ആ ഒരു കർത്തവ്യം നല്ല പോലെ ചെയ്യുന്നു. നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. അടുത്തുള്ള ആൾക്കാരെയൊക്കെ നോട്ടീസ് ചെയ്ത് നോക്കൂ. ഒരു വ്യക്തി തൻ്റെ കുടുംബത്തിന് വേണ്ടി നല്ല രീതിയിൽ പെരുമാറുന്നു, നല്ല കർത്തവ്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഉള്ളവരുടെ ലൈഫിലായിരിക്കും നല്ല ഒരു ചേഞ്ചസ് വരുന്നത്. ഇനി ആരാണോ തൻ്റെ കർത്തവ്യം ഒന്നും ചെയ്യാതെ സ്വന്തം കാര്യം നോക്കി പോകുന്ന അവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവത്തില്ല. ഇവിടെ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റിലും തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ സമയം നല്ലതാവാൻ പോവുകയാണ്, ഞാൻ എൻ്റെ കർത്തവ്യമെല്ലാം നല്ലതുപോലെ ചെയ്യുന്ന ആളാണ് എന്ന്. ഇവിടെ നിങ്ങളുടെ കർമ്മം എന്താണോ അതിൽ ഈശ്വരന് ഒത്തിരി ഇഷ്ടമാകുന്നു നിങ്ങളെ. കാരണം നിങ്ങളുടെ കർമ്മം കാണുമ്പോൾ ദൈവത്തിന് തോന്നുന്നു നിങ്ങൾ ഇത് ഡിസർവ് ചെയ്യുന്നു എന്ന്. ഇവിടെ നിങ്ങളുടെ ആ ഒരു വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഇനി ആരെങ്കിലും പറയുന്ന കേട്ട് തെറ്റായ വഴി ചൂസ് ചെയ്താലും കുറച്ചൊന്ന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു തടസ്സമുണ്ടാകും. എങ്ങനെയെങ്കിലും നിങ്ങളെ ദൈവം ആ വഴിയിൽ നിന്ന് മാറ്റി നല്ല വഴിയിലേക്ക് കൊണ്ടെത്തിക്കും. അത് നിങ്ങളുടെ ആ ഒരു കർമ്മം നല്ലതായതുകൊണ്ടാണ്. ഒരിക്കലും നിങ്ങൾക്ക് തെറ്റായ ഒരു ഡയറക്ഷൻ ചൂസ് ചെയ്യാൻ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഒന്നുകിൽ നിങ്ങളെ തടസ്സപ്പെടുത്തും, ഇല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി അതിലും നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെങ്കിൽ സ്ഥിതികൾ അങ്ങനെ ഉണ്ടാകും, സാഹചര്യം മോശമാകും. അപ്പോൾ നിങ്ങൾക്ക് ആ തെറ്റായ ഡയറക്ഷനിൽ നിന്ന് മാറി ചിന്തിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡയറക്ഷനിൽ നിങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നിങ്ങളുടെ വഴി എന്നാണ്. ഇവിടെ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരികയാണ്. വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് വരും മുമ്പായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് ഫീൽ ആകുന്ന ഒരു ഭയമായിരിക്കും. ആ ഭയം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഈ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ വരികയാണ് എന്നതിനെ സൂചിപ്പിച്ചാണോ എനിക്ക് ഭയം വന്നത് എന്ന്. അത് 555 ആ ഒരു എനർജിയാണ്. അത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരാൻ തുടങ്ങുമ്പോൾ ആദ്യം നമുക്ക് ഫീൽ ആവുന്ന ഭയമായിരിക്കും. പിന്നെ ആ ഒരു ജോയ് വരുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവും ഈ സന്തോഷം വരാനായിരുന്നോ എന്നെ ഭയപ്പെടുത്തിയത് എന്ന്. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ മോശം സാഹചര്യം അനുഭവിച്ചിട്ടുണ്ടോ അത് കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ സന്തോഷം വന്നാലും ആദ്യം നമ്മൾ ഒന്ന് പേടിക്കും. ദൈവമേ ഇതെന്താ സംഭവിക്കാൻ പോകുന്നത്, നല്ലതാണോ ചീത്തയാണോ എന്നൊരു പേടി, ഒരു ഭ്രമം നമുക്കുള്ളിൽ വരും. ഇനി അങ്ങനെ ഒന്നും ഭ്രമം വരുത്തേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഇവിടെ സമയം എന്ന് പറയുന്നത് പരിവർത്തനത്തിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഓരോ സമയവും ഓരോ പരിവർത്തനങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടാകും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങളുടെ നല്ല കുറേ സമയം ദുഃഖത്തിന് വേണ്ടിയാണ് വെറുതെ പോയത്. ഇനി നിങ്ങളുടെ ആ ഒരു സമയം വരുന്നത് സുഖത്തിന് വേണ്ടിയുള്ള സമയമാണ്. ഇനി നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പാസ്റ്റായിട്ട് പോകും. കാരണം ഡിവൈൻ ടൈം അനുസരിച്ചായിരിക്കും ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത്.
ഇനി ഓരോ പോർട്ടൽ ഓപ്പൺ ആകുന്നതനുസരിച്ച് നിങ്ങളുടെ കർമാസ് അത് വളരെ സ്പീഡിൽ പോകുന്നതാണ്. അത് വളരെ നല്ല പരിവർത്തനം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. എനിക്കറിയാം ഈ ഒരു വാക്കുകൾ ഞാൻ കുറേ പ്രാവശ്യം റീഡിങ്ങിൽ പറഞ്ഞ വാക്കുകളാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്, വലിയ ഒരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഫേസ് ചെയ്യും. അതും സഡനായിട്ട് പെട്ടെന്നായിരിക്കും ആ ഒരു പരിവർത്തനം നടക്കുന്നത്. അതായത് ഒരു വ്യക്തി ഒരു നല്ല കർമ്മം ചെയ്യുന്നതിലൂടെ ആ ഒരു വ്യക്തിക്ക് കുറേ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതേപോലെ ഒരു വ്യക്തിക്ക് ഒരു സന്തോഷം ഭയങ്കരമായിട്ട് ലഭിക്കുന്നു. ആ ഒരു സന്തോഷം മറ്റുള്ള പല സന്തോഷത്തെയും നിങ്ങളുടെ ലൈഫിലേക്ക് ആകർഷിക്കും. ഇവിടെ ഈ ഒരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ വഴി ശരിയായ വഴിയാണ്. ചില ഇറക്കങ്ങളും ഉയർച്ചകളും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ എന്ത് ഉയർച്ചകളും താഴ്ചകളും വന്നാലും നിങ്ങൾ അതിനെ മാനേജ് ചെയ്യുക. കുറച്ചൊന്ന് മെച്യൂരിറ്റി വയ്ക്കുക നിങ്ങൾ. ഇനി ഏത് രീതിയിലാണോ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു വിഷമങ്ങളെല്ലാം മുമ്പ് സഹിച്ചത്, അതേപോലെ ഇനി നിങ്ങൾക്ക് ഒരിക്കലും വിഷമം സഹിക്കേണ്ടതായിട്ട് വരത്തില്ല. ഈ ഒരു വഴി വളരെ വ്യത്യസ്തമാണ്. ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് കല്ലും മുള്ളും അങ്ങനെ ഒന്നും തന്നെ നിങ്ങളുടെ കാലിൽ കൊള്ളാൻ ദൈവം അനുവദിക്കത്തില്ല. വളരെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള വഴിയായിരിക്കും. കരിയർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു സോഴ്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ, കരിയർ റിലേറ്റഡ് ആയിട്ട് ഇൻ്റർവ്യൂ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ മുന്നോട്ട് പോയിട്ട് നിങ്ങൾക്ക് ക്യാഷ് ഉറപ്പായിട്ടും കരിയർ റിലേറ്റഡ് ആയിട്ട് വരുമെന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഒത്തിരി ഇൻഡിപെൻഡൻ്റ് ആവും. ഒത്തിരി ബാങ്ക് ബാലൻസ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാകും. സന്തോഷത്തോടെ ഒരു നല്ല ലൈഫ് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വഴി പോകുമ്പോൾ ഹീലിംഗ് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ നിങ്ങൾ എടുക്കുന്ന ഏതോ ഒരു തീരുമാനം ശരിയായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാവുന്നതിൻ്റെ മെയിൻ കാരണം എന്തെന്ന് പറയുന്നത്, നിങ്ങളുടെ ആ ഒരു ഊർജ്ജം ഇപ്പോൾ ആ ഒരു സെക്കൻഡ് ചക്രയിൽ വന്നിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പരിവർത്തനം നല്ല രീതിയിലേക്ക് പോവുക. അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സ്ഥിതിയിൽ നിന്ന് നല്ല ഒരു സ്ഥിതിയിലേക്ക് നിങ്ങൾ പോവുക. അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ മുറിവ്, അതിലൊരു മരുന്ന് വച്ച് കെട്ടുമ്പോൾ അതിലൊരു നമുക്കൊരു മുറിവ് ഉണങ്ങത്തില്ല. അതേപോലെ ഒരു മുറിവിൽ നിങ്ങൾക്ക് ഒരു മരുന്ന് വെച്ച് കെട്ടി ഹീലിംഗ് ആയി അത് ഉണങ്ങി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. നല്ല ശാന്തമായിട്ട് സമാധാനമായിട്ട് നിങ്ങളുടെ ലൈഫ് പോകുന്നു ഒരു പുതിയ ഡയറക്ഷനിലൂടെ. ഇത് ഫസ്റ്റ് ചക്രയിൽ നിന്ന് സെക്കൻഡ് ചക്രയിൽ വരുമ്പോൾ തന്നെ നമുക്ക് പല മാറ്റങ്ങളും നമുക്ക് ലൈഫ് കാണാൻ സാധിക്കും. ഇങ്ങനെ ആ ഒരു സൈക്രൽ ചക്രയിൽ ബ്ലോക്കേജസ് മാറി ഹീലാവുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ പല മോശം സാഹചര്യങ്ങളും ഫേസ് ചെയ്ത് അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് നമ്മൾ ഒരു സമാധാനവും പീസ്ഫുള്ളുമായിട്ടുള്ള ആ ഒരു വഴി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം നിങ്ങളുടെ നല്ല കർമ്മത്തിൻ്റെയും നിങ്ങളുടെ ആ ഒരു ധൈര്യത്തിൻ്റെയും റിവാർഡാണ്. ഇവിടെ ഇനി നിങ്ങളുടെ ആ ഒരു ശത്രുക്കളുടെ കാര്യം എടുക്കുകയാണ് എങ്കിൽ അവർ നിങ്ങളെ എത്രത്തോളം മോശമാക്കാൻ ശ്രമിച്ചു അത്രത്തോളം മോശമാക്കി കഴിഞ്ഞു. ഇനി ഇവരുടെ ആ ഒരു ഭാവം നിങ്ങൾക്ക് നേരെ നല്ലതാവത്തില്ല. ഇതേ ഭാവത്തിൽ തന്നെയായിരിക്കും ഇവർ മുന്നോട്ട് പോവുക. പക്ഷേ ഇനി ഈ വ്യക്തികൾ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എന്തിനെന്നറിയാമോ? നിങ്ങളുടെ ആ ഒരു ലൈഫിലെ നല്ല മാറ്റം കണ്ടിട്ട് ഇവർ ഇപ്പോൾ നിങ്ങളോട് ഒരു ശത്രുഭാവവും വയ്ക്കുന്നില്ല. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള രീതിയിൽ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് വരും. ചിലപ്പോൾ നിങ്ങളെ പ്രശംസിക്കുക വരെ ചെയ്യും ഇവർ. കാരണം ഇവരുടെ ആ ഒരു കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിലാണ് ഉണ്ടായിരുന്നത്. കാരണം ഒരു വ്യക്തിയുടെ സമയം മാറുമ്പോൾ അവരുടെ ലൈഫിൽ ആ ഒരു ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ മുഖത്ത് ആ ഒരു ചേഞ്ചസ് കാണാൻ സാധിക്കും. കോൺഫിഡൻസ് വരും. ലൈഫിൽ എന്ത് തീരുമാനം എടുക്കാനും അവർക്കൊരു ഭയവും ഉണ്ടാവത്തില്ല. ഏതറ്റം വരെ പോയി പരിതസ്ഥിതികളെ ഫേസ് ചെയ്യാൻ അവർക്കൊരു ഊർജ്ജം ഉണ്ടാകും. കാരണം നിങ്ങളുടെ വ്യക്തിത്വം ഈ രീതിയിൽ മാറിയിരിക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് നിങ്ങളിൽ കൂടുതൽ പ്രഭാവം തോന്നുന്നു. അത് നിങ്ങളുടെ ശത്രുക്കൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ശത്രു പോലും നിങ്ങളുടെ ആ ഒരു വ്യക്തിത്വത്തിൽ പ്രഭാവം ചെലുത്തുകയാണ്. ഇവിടെ ഉറപ്പായിട്ടും ഇവർ നല്ല ഒരു മിത്രമായിട്ടല്ല നിങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റ് ആവാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇവരുടെ ആ ഒരു സമയത്ത് മോശമായപ്പോൾ ഇവരുടെ ലൈഫിൽ ഒത്തിരി മോശ സാഹചര്യങ്ങൾ ഇവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ലൈഫിൽ സമയം മാറിയപ്പോൾ നിങ്ങൾക്ക് നല്ല ആ ഒരു കാര്യങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ഓരോ പരിവർത്തനങ്ങളും ഉണ്ടായത് നിങ്ങളുടെ പ്ലാനിങ് അനുസരിച്ചാണോ? അത് പറയൂ നിങ്ങൾ. ഒരിക്കലുമല്ല. എല്ലാം ദൈവത്തിൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ ലൈഫിൽ പല പരിവർത്തനങ്ങളും സംഭവിച്ചത്.
മുന്നേ നിങ്ങൾ തീരുമാനിച്ചു വച്ചതാണോ നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ടാകും, ആ ഒരു സ്കില്ല് വച്ച് നിങ്ങളുടെ ആ ഒരു കരിയറിൽ ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന്? അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലും ഓർമ്മിച്ചിട്ടുണ്ടോ? അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടോ? പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം നോക്കൂ, നിങ്ങളുടെ ആ ഒരു സ്കില്ല് കൊണ്ട് നിങ്ങളുടെ കരിയറിൽ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവന്നില്ലേ? അപ്പോൾ ഇതൊന്നും മുന്നേ നിങ്ങൾ പ്ലാൻ ചെയ്ത് വച്ച കാര്യങ്ങളല്ല. ഓരോ സമയം മാറുന്ന അനുസരിച്ച് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. മുന്നേ നിങ്ങളുടെ ഡയറക്ഷൻ എന്തായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഡയറക്ഷൻ എന്തായിരുന്നു എന്ന് നിങ്ങൾ നോക്കൂ. മുന്നേ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വർക്ക് പോവാതെ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നോക്കുന്ന ആളായിരുന്നു കാണും. പക്ഷേ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ കാശ് സമ്പാദിക്കുന്ന ഒരു വ്യക്തിയായി മാറിയിട്ടുണ്ടാകും. നിങ്ങൾ എന്താണോ ചിന്തിച്ചത്, പക്ഷേ ഇപ്പോൾ എന്താണ് നടന്നത് അത് മാത്രം നിങ്ങൾ നോക്കൂ. നിങ്ങൾക്ക് ഇന്ന് എന്താണോ സംഭവിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ ചിന്തകൾക്ക് അപ്പുറമായിട്ടാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ കാര്യങ്ങൾ വളരെ ബെസ്റ്റായിട്ടാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്ലാൻ ചെയ്യും പോലെയല്ല കാര്യങ്ങൾ നടക്കുന്നത്. എല്ലാം ഈശ്വരൻ്റെ ആ ഒരു ഇഷ്ടപ്രകാരമാണ് നടക്കുന്നത്. ഇവിടെ നിങ്ങൾക്കും അറിയാം, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും വളരെ വ്യത്യസ്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അത് പ്രഡിക്റ്റ് ചെയ്യാൻ ആർക്കും പറ്റത്തില്ല മുന്നേ കൂട്ടി. അപ്പോൾ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങൾ എപ്പോഴും ഇതിനെക്കുറിച്ച് ആലോചിച്ച് കൺഫ്യൂഷനിലും ആകും. മീൻസ് സഡനായിട്ട് ഇനി അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് കൺഫ്യൂഷൻ ആകാറുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കൺഫർമേഷൻ കിട്ടും. ദൈവം എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ എന്താ ഞാൻ പേടിക്കേണ്ടത്? ദൈവം വിചാരിക്കും പോലെയല്ലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ദൈവം ഒരിക്കലും എൻ്റെ മോശം ആഗ്രഹിക്കത്തില്ല. അങ്ങനെ വിചാരിച്ച് നിങ്ങൾ സമാധാനിക്കുകയും ചെയ്യും. ഇവിടെ ചില സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലാതാകുന്നു, ചില സമയം നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആകുന്നു. അപ്പോൾ ഈ കോൺഫിഡൻസ് ഇല്ലാതാകുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആ ഒരു പാത എന്ന് പറയുന്നത് വേറെ ഒരു പാതയാണ്. ഓരോ ആൾക്കാർക്കും കുറേ നാളെടുത്തിട്ടായിരിക്കും ഇങ്ങനൊരു പാതയിൽ എത്താൻ സാധിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഇത്ര കുറച്ച് നാൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പാതയിൽ എത്താൻ സാധിച്ചു. എപ്പോഴാണോ നിങ്ങളുടെ ആ ഒരു ജീവിതം പെട്ടെന്ന് മാറുന്നത്, അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഓർമ്മ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഈ ഒരു ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട് എന്ന്. അങ്ങനെ സഡനായിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് വരുന്നത്, നല്ല ചേഞ്ചസ്. നിങ്ങൾ എത്ര വർഷമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും നിങ്ങളുടെ ലൈഫിൽ ഒരു പരിവർത്തനം ഉണ്ടാകണമെന്ന്. പക്ഷേ ആ ദൈവം എപ്പോഴാണോ ആഗ്രഹിക്കുന്ന ആ സമയത്ത് മാത്രമേ അത് നടക്കത്തുള്ളൂ. അങ്ങനൊരു പരിവർത്തനം ഉണ്ടാകും. സഡനായിട്ട് പെട്ടെന്നൊരു പരിവർത്തനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ഉള്ള ആ ഒരു ഭാഗ്യം വച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ജീവിതത്തിൽ സമൃദ്ധി കിട്ടും. ഇവിടെ നിങ്ങളുടെ ആ ഒരു ശത്രു നിങ്ങളോട് മിത്രമാകാൻ വരുന്നു, പക്ഷേ നല്ല ഭാവത്തിലല്ല, മോശം ഭാവത്തിൽ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ നല്ല സമയം വന്നെത്തിയിരിക്കുകയാണ് എന്ന്. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ശത്രുക്കൾക്ക് പോലും നിങ്ങളോട് മിത്രമാവാൻ തോന്നുന്നത് എന്ന്. നിങ്ങളുടെ ശത്രു നിങ്ങളെ പ്രശംസിക്കുന്നെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ വേറെ നല്ല സമയം വേറെ ഉണ്ടാവുമോ? അപ്പോൾ ഈ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ ശത്രു ഇനി ഒന്നും മിണ്ടത്തില്ല. കൂടാതെ നിങ്ങളെടുത്ത ആ ഒരു തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ ശത്രു നിങ്ങളെ പ്രശംസിക്കുകയും ചെയ്യും. ഇവിടെ ഇവരെപ്പോഴും നിങ്ങളെ ഭയങ്കരമായിട്ട് നിന്ദിച്ച് സംസാരിച്ചു, ഭാവത്തിൽ പെരുമാറിയിട്ടുണ്ട് ഇവർ. പക്ഷേ ഇനി ഇവർക്കത് സാധിക്കത്തില്ല. കാരണം ഒത്തിരി നിന്ദകൾ ഇവർ നിങ്ങളെ ചെയ്തു. ഇനി ഇവർ നിങ്ങളെ പ്രശംസിക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇവർക്ക് എപ്പോഴും ആരെയെങ്കിലും അധിക്ഷേപിക്കുകയാണെങ്കിലും അപമാനിക്കുന്നെങ്കിലും ഒരു ടീം വേണം. ആ ഒരു ടീമിൽ സെൻറ്ററായിട്ട് ഇവരായിരിക്കും ഉണ്ടാവുക. ഇനി ഇവർ ഏത് ടീമിനെ വച്ച് മുന്നോട്ട് പോയാലും അവരും ഇവരും നിങ്ങളെ പ്രശംസിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെക്കുറിച്ച് മോശം പറയണമെന്നുണ്ട്, പക്ഷേ ഇവർക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, ഇവരുടെ ആ ഒരു ശബ്ദം നിശബ്ദമാകും. ഇനി നിങ്ങളെ പ്രശംസിക്കാൻ വേണ്ടി മാത്രമേ ഇവർ വാ തുറക്കുകയുള്ളൂ. അറിഞ്ഞൂടാത്ത ആൾക്കാർ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്ക് നല്ല ഒരു സന്തോഷം, അറിയുന്നവർ പ്രശംസിച്ചാലും നമുക്ക് സന്തോഷം തോന്നും. പക്ഷേ നമുക്കെതിരെ പ്ലാനിങ് ചെയ്യുന്ന, നമ്മളെ എങ്ങനെയെങ്കിലും കുഴിയിൽ വീഴ്ത്തണമെന്ന് ആഗ്രഹിക്കുന്ന അവർ നമ്മളെ പ്രശംസിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഇതിൽ പരം വേറെ ന്യായം വേറെ ഇല്ല. പക്ഷെ അവരുടെ വാക്കുകളിൽ നിങ്ങൾ ഒരിക്കലും പ്രഭാവിതരാവരുത്. ഇവിടെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കാണിച്ചു തരും എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത് എന്ന്. പിന്നെ ഒരിക്കലും അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല, അഹങ്കാര വർത്തമാനവും പാടില്ല. എത്ര തന്നെ ലൈഫിൽ നല്ല മാറ്റങ്ങൾ വന്നാലും ഒരിക്കലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മൾ എപ്പോഴും നല്ല കർമ്മങ്ങൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇവിടെ ഈ കാണുന്നത് ഒന്നും തന്നെയല്ല, ഇതിലും നല്ല ഒരു ജീവിതം നിങ്ങളുടെ മുന്നിലുണ്ട്. അവിടെ നിങ്ങൾക്ക് നല്ലത് മാത്രമായിരിക്കും എപ്പോഴും സംഭവിക്കുക.
ഇവിടെ നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നല്ല ആൾക്കാർ വരണമെന്ന് ദൈവം നേരത്തെ നിശ്ചയിച്ചിരുന്നു. അതനുസരിച്ചാണ് ഒത്തിരി നല്ല ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ ദൈവം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ ഏഞ്ചൽസ് നിങ്ങളുടെ ആ ഒരു കൈ പിടിച്ച് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു വ്യക്തിയുടെ ഭാഗ്യം കണക്റ്റ് ആകുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സമാധാനം ഫീലാകും. ഇവിടെ നിങ്ങൾ ലൈഫിൽ ഒരു പുതിയ തീരുമാനം, പുതിയ വഴി തിരഞ്ഞെടുക്കാൻ പോവുകയാണ് എങ്കിൽ ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ആ ഒരു ഡയറക്ഷൻ, ആ ഒരു വഴി ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അന്തരാത്മാവിൽ ഒരു സമാധാനം ഫീലാകുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾക്ക് പറ്റിയ വഴിയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് മാത്രം കിട്ടുന്ന ഒരു ഡയറക്ഷനാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇവിടെ ആ വഴിയുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഡിഫിക്കൽറ്റിയും ഒത്തിരി പ്രശ്നങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുമായിരിക്കും. പക്ഷേ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ അന്തരാത്മാവും നിങ്ങളുടെ ഹൃദയവും പറയുന്നു എൻ്റെ തീരുമാനം ശരിയാണ്, ഞാൻ എടുക്കുന്ന ഡയറക്ഷൻ ശരിയാണെന്ന് പറയുന്നെങ്കിൽ അങ്ങനെ നിങ്ങൾ എടുക്കുക ഡയറക്ഷൻ. ഇനി നിങ്ങളുടെ അന്തരാത്മാവ്, നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ എടുക്കുന്ന തീരുമാനം തെറ്റാണ് എന്ന് എങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകരുത് നിങ്ങൾ. 6, 7, 8, 9 അങ്ങനെ ഒരു നമ്പർ കൂടുതലായിട്ടുള്ള നമ്പർ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ വരാൻ പോകുന്ന സമയത്തൊക്കെ. ഇല്ലെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8 അങ്ങനെ കാണുക. ഇല്ലെങ്കിൽ നിങ്ങൾ പടികൾ കയറി പോകുന്നതായിട്ട് അല്ലെങ്കിൽ പടികൾ കാണുക. ഗ്രാഫിൻ്റെ ആ ഒരു ആരോ മുകളിലോട്ട് പോകുന്നതായിട്ട് കാണുക. അല്ലെങ്കിൽ ഗ്രീൻ കളർ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. കൂടുതലായിട്ടും വൃക്ഷങ്ങൾ കാണാൻ സാധിക്കുക. ഇനി ഈ ഒരു സൈൻ ഒന്നുമില്ല, നിങ്ങൾക്ക് വൃക്ഷം മാത്രമേ കാണാൻ സാധിക്കുന്നുണ്ടോ എങ്കിൽ പോലും ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ ഇത്രയും സൈൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈനെങ്കിലും നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു നമ്പേഴ്സും ഈ ഒരു എനർജിയൊക്കെ കാണാൻ സാധിക്കുന്നത് എങ്കിൽ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഇത് കഴിഞ്ഞു പോയ സമയത്ത് അല്ലെങ്കിൽ വരാൻ പോകുന്ന സമയം നിങ്ങളെ ആരെങ്കിലും ക്രൗൺ ധരിപ്പിക്കുന്നതായിട്ട് അല്ലെങ്കിൽ ക്രൗൺ നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും പ്രശസ്തിയും ഒത്തിരി ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനിയും നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും ബാക്കിയുണ്ട്. നിങ്ങളുടെ പേര്, പ്രശസ്തി ഇതെല്ലാം വാനോളം ഉയരുന്നതാണ്. വിചാരിക്കാത്ത പല കാര്യങ്ങളും, നല്ല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. ഇവിടെ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങൾ സ്വപ്നം കാണുകയാണ് അല്ലെങ്കിൽ സ്വപ്നം കേൾക്കുകയാണ് എന്ന്. അങ്ങനെയല്ല, ഇത് ഇങ്ങനൊരു ജീവിതം നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കും. അതാണ് ഞാൻ പറയുന്നത്. ഇവിടെ ഉറപ്പായിട്ടും നിങ്ങളെ ആർക്കും അറിയില്ലായിരുന്നു, പക്ഷേ ഇനി നിങ്ങളെ മറ്റുള്ളവർ അറിയും. മറ്റുള്ളവർ നിങ്ങളെ മനസ്സിലാക്കും, നിങ്ങളെ ഇങ്ങോട്ട് വന്ന് സംസാരിക്കും, നിങ്ങളുമായിട്ട് കണക്റ്റ് ആവാൻ ആഗ്രഹിക്കും. ഇതിനു മുന്നേ നിങ്ങളെ മോശം രീതിയിലായിരിക്കും മറ്റുള്ളവർ അറിഞ്ഞത്, ഇനി നല്ല രീതിയിലായിരിക്കും മറ്റുള്ളവർ നിങ്ങളെ അറിയാൻ പോകുന്നത്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഈ ഡിവൈൻ്റെ ആ ഒരു എനർജി ഇപ്പോൾ ഫീൽ ആകുന്നുണ്ട്. ഇവിടെ ഇൻഫിനിറ്റിയുടെ ആ ഒരു സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരാൻ പോകുകയാണ് എന്ന്. ആ ഒരു ആശീർവാദം നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ച് ഇനി സുഖമായിട്ട് മാറാൻ പോകുകയാണ്. ഇവിടെ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ചേഞ്ചസ് വരുമ്പോൾ ആ ഒരു വ്യക്തി ആരോടും പറയത്തില്ല. സമൂഹത്തിൽ ഒരു എന്താ പറയുക, ഒരു മാസ്ക് ഇട്ടതുപോലെ നടക്കും. കാരണം അവർക്ക് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ മറ്റുള്ളവരോട് പറയാൻ ഞാൻ ഇന്ന വ്യക്തിയാണ്, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കൂടാതെ അവർക്ക് അവരുടെ ആ ഒരു ലൈഫ്, അവരുടെ ആ ഒരു സ്ഥിതികൾ കൺട്രോൾ ചെയ്യാൻ അവരെ കൊണ്ട് സാധിക്കും. ഇതിനെല്ലാം കാരണം എന്താണ്? ദൈവത്തിൻ്റെ ആ ഒരു ബ്ലെസ്സിങ് അവരുടെ മേലെയുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഇനി വേറൊന്നും ചിന്തിക്കേണ്ട, സന്തോഷമായിട്ടിരിക്കുക. നിങ്ങളുടെ ലൈഫിൽ സന്തോഷം നിങ്ങൾ ആകർഷിച്ചു കഴിഞ്ഞു. ഇനി അത് നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ നിങ്ങൾ സ്വീകരിക്കുക. ഈ നമ്പർ 2 നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം, ആ സമയമാണ് ഈ നമ്പർ 2 കാണുന്നത് എങ്കിൽ നിങ്ങൾ എടുക്കുന്ന തീരുമാനം ശരിയാണ് എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ പരിവർത്തനം ഉണ്ടാവാൻ പോവുകയാണ്. നിങ്ങൾ എടുക്കുന്ന തീരുമാനം അല്ലെങ്കിൽ നിങ്ങളെടുത്ത ആ ഒരു ഡയറക്ഷൻ ശരിയാണ് എന്നാണ് ഇവിടെ ഏഞ്ചൽസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നത് റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.